ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മളുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീം വേൾഡ് കപ്പ് യോഗ്യത റൗണ്ട് മത്സരത്തിൽ ഖത്തറിന്റെ സി ടീമിനോട് പൊട്ടിയതുകൊണ്ട് നോക്കൌട്ടായി പോയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും അടുത്ത റൗണ്ടിലേക്ക് ഇന്ത്യക്ക് കടക്കാനൊരു സാധ്യതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഗ്രൂപ്പിൽ ഉൾപ്പെട്ടിരുന്ന ഒരു ടീമാണ് കുവൈറ്റ് ആണ് നിലവിൽ ഇന്ത്യയുടെ ഗ്രൂപ്പിൽ നിന്ന് ഖത്തറിനോടൊപ്പം അടുത്ത റൗണ്ടിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നത്. കുവൈറ്റിന് അയോഗ്യത കൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നെക്സ്റ്റ് ചാൻസ് ഇന്ത്യക്കാണ് വരുന്നത്. എന്തുകൊണ്ട് കുവൈറ്റിന് അയോഗ്യത വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുവൈറ്റ് അവരുടെ വേൾഡ് കപ്പ് യോഗ്യത റൗണ്ട് മത്സരങ്ങൾക്കിടയിൽ അപ്പിയർ ചെയ്ത 3 താരങ്ങളുടെ കാര്യത്തിൽ കൃത്രിമത്വം കാണിച്ചിട്ടുണ്ട്. അവർക്ക് നിയമവിരുദ്ധമായിട്ടാണ് കുവൈറ്റിന്റെ സിറ്റിസൺഷിപ്പ് നൽകിയത്. സ്റ്റേറ്റ്ലെസ് എന്ന് പറയുന്ന ആളുകളെ അവർ ഉൾപ്പെടുത്തിയിട്ടാണ് കളിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ അവർ സ്റ്റേറ്റ്ലെസ് അല്ല, അവർക്ക് കൃത്യമായി മറ്റു രാജ്യങ്ങളിൽ പൗരത്വം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിലും ഡൊമസ്റ്റിക് തലത്തിലുമുള്ള നിയമങ്ങളെല്ലാം മറികടന്നുകൊണ്ടാണ് 3 താരങ്ങളെ കുവൈറ്റ് അവരുടെ ടീമിൽ ഉൾപ്പെടുത്തിയത്. അപ്പം ഈ 3 താരങ്ങളുടെ കാര്യം കൃത്യമായ തെളിവുകളുടെ സഹിതം ഫിഫയുടെ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് കൃത്യമായ വിശകലനത്തിന് ശേഷം കുവൈറ്റിനെ അയോഗ്യരായിട്ട് പ്രഖ്യാപിക്കുകയും ആ സ്പോട്ട് ഇന്ത്യക്ക് കിട്ടുകയും ചെയ്യും. അപ്പം ഏതൊക്കെയാണ് 3 താരങ്ങൾ എന്നതിനെ കുറിച്ച് നമ്മുടെ മിനർവ പഞ്ചാബ് എഫ്സിയുടെ മേധാവിയായിട്ടുള്ള രഞ്ജിത്ത് ബജാജ് പറയുന്നുണ്ട്. ഞാനായിട്ട് പറയുന്നില്ല, പുള്ളി പറയുന്നതിന്റെ വീഡിയോ ഞാൻ ഇതിന്റെ പിന്നിൽ അറ്റാച്ച് ചെയ്തേക്കാം. Their names are number 9 Mohammad Daham, Daham. Number 3 Meshari Alenzi, Meshari Alenzi. 21 Hassan Hamdan, Hassan इन्होंने फीफा को जाके बोला हम स्टेटलेस हैं. जो स्टेटलेस लोग होते हैं